പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ദയനീയതയോടെ മുതുക് വളച്ച് ബേട്ടി ബച്ചാവോ ആന്തോളൻ നടത്തുന്ന വിജയനെ കൂട്ടുപിടിച്ചിട്ട് ഈ സമരം നടത്തിയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അത്തരം കരിങ്കാലികളെ കൂട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുകൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ വിഷയം തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇവിടെ സുബ്രഹ്മണ്യന്റെ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ എന്താണ്? അത് നടക്കാതെ പോയി എന്നാ പറഞ്ഞത്. ഇവിടെ 2012 ഡിസംബറിലാണ് അന്നത്തെ UPA ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് കൊടുത്തത്. 2013 പിറന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി 2-ാം തീയതി രാഷ്ട്രപതി അത് ഒപ്പിട്ടപ്പോ ഇവിടെ പുതിയ ധനകാര്യ കമ്മീഷൻ വന്നു. 2014 പകുതിയോടുകൂടിയാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത്. ആ ഗവൺമെന്റിന്റെ കാലത്ത് ഇവര് റിപ്പോർട്ട് പൂർത്തിയാക്കിയത് അട്ടിമറിക്കാൻ മോദി ശ്രമിച്ചപ്പോൾ പ്രകടനശേഷിയൊന്നും കൈവരിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അന്നത്തെ ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ ഒരു നീതിബോധം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിഷേധിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പുറത്തിറങ്ങി. അപ്പൊ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ സെസ് പിരിച്ചും മറ്റ് അധിക നികുതി ഭാരം ടാക്സുകളൊക്കെ അടിച്ചേൽപ്പിച്ചൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോയി എന്നേ സുബ്രഹ്മണ്യനും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സുബ്രഹ്മണ്യൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ സുബ്രഹ്മണ്യൻ ഇപ്പൊ നിങ്ങളുടെ നീതി ആയോഗിന്റെ CEO ആണ്, അന്ന് ജോയിന്റ് സെക്രട്ടറി ആണ്, നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇഷ്ടക്കാരനാണ്. അത്തരം ഒരാൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന് തീർച്ചയായിട്ടും ആളുകളുടെ മനസ്സിലൊരു വിശ്വാസ്യതയുണ്ട്. അതിനെ എതിർക്കാൻ വേണ്ടി അങ്ങനെ നടന്നില്ലേ, അങ്ങനെ നടന്നില്ല, മോദിയുടെ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. മോദി അങ്ങനെ ശ്രമിച്ചു എന്നുള്ളത് ശരിയോ തെറ്റോ, അതിന് ജനാധിപത്യ വിരുദ്ധതയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. പൊള്ളയായ വാദങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടക്കാരനായ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ പണ്ട് അതത് കാലത്തെ ഗവൺമെന്റുകളിലെ ഏറ്റവും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി, രാഷ്ട്രീയക്കാർ തന്നെയാണ് ആവുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് രാമകൃഷ്ണ ഹെഗ്ഡെയൊക്കെ ഇവിടെ കോൺഗ്രസ് ഇതര സർക്കാരൊക്കെ വന്നപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായതൊക്കെ പത്രത്തിൽ വായിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അത്തരം രാഷ്ട്രീയമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ വഹിക്കുന്ന പദവിയാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ CEO. ആ നീതി ആയോഗിന്റെ CEO ഒക്കെ ആയ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന് വലിയ ഒരു പ്രാധാന്യവും വിശ്വാസ്യതയൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇതൊന്നും മോദിക്കും ഭരണത്തിനൊന്നും ബാധകമല്ല എന്ന മട്ടിലാണ് നിങ്ങൾ പോകാറ് പതിവ്. ഇതൊന്നും ഒരു ചാനലുകളും ചർച്ചയാക്കാതെ സൂക്ഷിക്കുന്നതിലും നിങ്ങൾ വിജയിക്കും. ഇതിനെയൊക്കെ കുഴിച്ചുമൂടി മുന്നോട്ട് പോകുന്ന ഇതിലും വലിയ വെളിപ്പെടുത്തൽ വന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ധൈര്യമായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ അത് വളരെയധികം നമ്മൾ അതിനകത്ത് പരിതപിക്കേണ്ടിയിരിക്കുന്നു.